കാടും കാട്ടാറുകളും വയലേലകളും കൊണ്ട് സമൃദ്ധമായ തനി ഗ്രാമീണ പട്ടണം. വികസനമെന്ന പേരിൽ പുത്തൻ യുഗത്തെ പുൽകി പട്ടണഹൃദയം നഗരവത്കരണത്തിന് വഴിമാറുമ്പോഴും ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമീണതയുടെ ശാലീനത കൈവെടിയാതെ നിൽക്കുന്നു എന്നത് കേരളത്തിലെ മറ്റേതൊരു ദേശത്തിൽ നിന്നും നമ്മുടെ നാടിനെ വേറിട്ടു നിർത്തുന്നു. മതമൈത്രിയുടെ മകുടോദാഹരണം കൂടിയാണ് പത്തനാപുരം. ഏതൊരാഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും ജാതിമത ചിന്തകൾക്കപ്പുറമായി പ്രദേശവാസികൾ ഒന്നുചേരുമ്പോഴാണ് നിറച്ചാർത്തുണ്ടാകുന്നത്. ആ നിറച്ചാർത്ത് നമ്മുടെ ദേശത്തിന്റെ പെരുമയാണ്. ചന്ദനക്കുടവും ഉത്സവവും പള്ളിപ്പെരുന്നാളുമൊക്കെ അവരുടേതു മാത്രമെന്ന ചിന്ത മാറ്റി നമ്മുടേതാണെന്ന ബോധ്യമാണ് പത്തനാപുരത്തുകാരനെ വേറിട്ടു നിർത്തുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പ്രകൃതി ഒരുക്കിയ മനോഹാരിതയ്ക്ക് നടുവിൽ കല്ലടയാറിന്റെ തീരം മുതൽ സഹ്യന്റെ മടിത്തട്ടുവരെ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ ഭൂമി. കാലത്തിന്റെ കൊടുങ്കാറ്റിൽ അലയടിച്ചുയരുന്ന ഇന്നലകളും ആ പ്രകാശത്തിലൂടെ ആദിമ മനുഷ്യൻ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച മലനിരകളും കാലത്തിന്റെ കുത്തൊഴുക്കുകൾക്കിടയിലും പ്രൗഢി നഷ്ടപ്പെടാതെ കിഴക്കിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമത്വ സുന്ദരമായ പട്ടണമാണ് നമ്മുടെ പത്തനാപുരം. തിരുവിതാംകൂർ വേണാട് രാജ്യത്തിന്റെ കാലഘട്ടമാകുമ്പോഴേക്കും പത്തനാപുരം താലൂക്ക് ഇളയെടുത്ത സ്വരൂപത്തിന്റെ അധീനതയിലായിരുന്നു എന്നത് ചരിത്രം. 4 പതിറ്റാണ്ടുകൾക്കുള്ളിലാണ് ദ്രുതഗതിയിലുള്ള സാമ്പത്തിക സാമൂഹ്യ വികസനവും പട്ടണരൂപവും പത്തനാപുരത്തിന് കൈവന്നതെങ്കിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമൂഹിക സാംസ്കാരിക പൈതൃകം പത്തനാപുരത്തിനുണ്ട്. ദ്രാവിഡ സംസ്കാരത്തിന്റെ ഈറ്റില്ലമായി അറിയപ്പെട്ടിരുന്ന മലയോര നാടിന് ചിരപുരാതന കാലം മുതൽ പാണ്ഡ്യനാടുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. പത്തനാപുരത്തിനുള്ള അഞ്ചലോട്ടം കുതിരത്തപാൽ ഉരുപ്പടികൾ പത്മനാഭപുരത്തേക്ക് വഴിമാറിപ്പോയ കാലത്താണ് പേരിന് മുന്നിൽ ഘാട്ട് എന്നുകൂടി എഴുതി ചേർക്കുന്നത്. ഘാട്ട് എന്ന ഇംഗ്ലീഷ് പദത്തിന് ചുരം, കടവ്, മലമ്പാത, പർവ്വതനിര എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അങ്ങനെ ഘാട്ടുപത്തനാപുരം എന്നായി മാറി. കാലാന്തരത്തിൽ ഘാട്ടുപത്തനാപുരം, കാട്ടുപത്തനാപുരം എന്നായി എന്നതും ചരിത്രം. പട്ടണങ്ങളുടെ നാടെന്നും പത്താൻ വംശജർ വാണിജ്യത്തിനായി എത്തിയ സ്ഥലമെന്ന അർത്ഥത്തിലും 10 ആനകളുടെ നാട് എന്ന അർത്ഥത്തിലും പത്തനാപുരം എന്ന പേര് വന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്നും 85 കിലോമീറ്ററും ജില്ലാ ആസ്ഥാനമായ കൊല്ലത്ത് നിന്നും 43 കിലോമീറ്ററും അകലെയായി സ്ഥിതി ചെയ്യുന്ന പത്തനാപുരം പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ നിന്നും 89 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് പത്തനാപുരം താലൂക്കിന്റെ ആസ്ഥാനം നടുക്കുന്നിനും മഠത്തിൽ ദുർഗാക്ഷേത്രത്തിനും ഇടയ്ക്കുള്ള തുരുത്തിയിൽ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. പ്രവർത്തിയാർ ഓഫീസ്, ഠാണാപ്പടി എന്ന പോലീസ് സ്റ്റേഷൻ, സബ് രജിസ്ട്രാർ ഓഫീസ്, തപാൽ ഓഫീസ് എന്നിവയും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ഈ താലൂക്ക് കേന്ദ്രം മണ്ഡപത്തിൻ വാതിൽ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. 60 കൊല്ലങ്ങൾക്ക് മുൻപ് ഇന്നത്തെ കല്ലുംകടവ് ജംഗ്ഷൻ ഒരു പ്രധാന ജനസമ്പർക്ക കേന്ദ്രമായിരുന്നു. കല്ലുംകടവ് വിവിധ കച്ചവടക്കാരും യാത്രക്കാരും തങ്ങുന്ന ഒരു താവളം കൂടിയായിരുന്നു. പത്തനാപുരം താലൂക്ക് മദ്യനിരോധന മേഖലയായിരുന്നതിനാൽ അതിർത്തി കേന്ദ്രമായ കല്ലുംകടവിൽ ചെക്കിംഗ് സ്റ്റേഷനും ചെക്ക് പോസ്റ്റും ഉണ്ടായിരുന്നു. മുൻകാലത്ത് പത്തനാപുരം ചന്ത പ്രധാന ജംഗ്ഷനിൽ തെക്കോട്ടും പടിഞ്ഞാറോട്ടുമുള്ള റോഡുകളിലേക്ക് വ്യാപിച്ചു കിടന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ചില പരിശ്രമശാലികളുടെ ശ്രമഫലമായി വനം വകുപ്പിന്റെ വക 1 ഏക്കർ 20 സെന്റ് ഭൂമി പഞ്ചായത്തിന് ലഭിക്കുകയും ഇന്നത്തെ വിശാലമായ മാർക്കറ്റ് സ്ഥാപിതമാവുകയും ചെയ്തു. പത്തനാപുരത്തിന്റെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള ഉയർച്ചയ്ക്ക് വിദ്യാലയങ്ങൾ നൽകിയ സംഭാവന വിലമതിക്കാനാവാത്തതാണ്. പത്തനാപുരത്തെ പ്രഥമ വിദ്യാഭ്യാസ സ്ഥാപനം നടുക്കുന്ന് ഗവൺമെന്റ് പ്രൈമറി സ്കൂളാണ്. ആലപ്പുഴ മുതലാളി വക ഒരു സ്കൂളും പിന്നീട് നടുക്കുന്നിൽ സ്ഥാപിക്കപ്പെട്ടു. പെൺകുട്ടികൾക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്നതിനാൽ പ്രസ്തുത സ്കൂൾ പെൺപള്ളിക്കൂടം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഈ 2 സ്ഥാപനങ്ങൾ കൂടാതെ കുണ്ടയം മുസ്ലിം ഗവൺമെന്റ് LPS, ഇടത്തറ മുഹമ്മദൻസ് LPS എന്നിവ പരേതനായ മുഹമ്മദ് ഹുസൈൻ സാഹിബ്
സർക്കാരിന് വിട്ടുകൊടുക്കുകയായിരുന്നു. പത്തനാപുരത്തിന്റെ സാമൂഹ്യ മനസ്സിൽ വിദ്യാഭ്യാസ സംസ്കാരത്തിന്റെ അടിസ്ഥാന ശില പാകിയത് സെന്റ് സ്റ്റീഫൻസ് സ്ഥാപനവും വ്യക്തി എന്ന നിലയിൽ കാലം ചെയ്ത മാർത്തോമ ദിവന്നാസ്യോസ് തിരുമേനിയുമാണ്. ആരോഗ്യരംഗത്ത് സർക്കാർ ഡിസ്പെൻസറിയാണ് ആദ്യമുണ്ടായിരുന്നത്. പിന്നീടത് PHCയും ഇപ്പോൾ CHCയുമായി. ഗതാഗതത്തിന് ഇന്നത്തെ കായംകുളം പുനലൂർ റോഡ് ഭാഗത്ത് കഷ്ടിച്ചുണ്ടായിരുന്ന ഊടുവഴിയാണ് ഉപയോഗിച്ചിരുന്നത്. കാളവണ്ടിയിലായിരുന്നു കായംകുളത്ത് നിന്ന് ചരക്കുകൾ കൊണ്ടുവന്നിരുന്നത്. വ്യവസായ രംഗത്ത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന കല്ലുംകടവിലുള്ള KEM ഇൻഡസ്ട്രി പിൽക്കാലത്ത് പ്രവർത്തനക്ഷമമല്ലാതാവുകയും പഴയ കെട്ടിടം പൊളിച്ചുമാറ്റപ്പെടുകയും ചെയ്തു. 1950 കല്ലുംകടവ് സ്വദേശിയായ ബാബു എന്നയാളിന്റെ ഉടമസ്ഥതയിൽ മഞ്ചള്ളൂർ ചീനി ഓഫീസ് തുറന്നു പ്രവർത്തിച്ചുവെങ്കിലും പിന്നീട് തൊഴിൽ തർക്കങ്ങളെയും സമരങ്ങളെയും തുടർന്ന് ആ തൊഴിൽശാലയും അടച്ചുപൂട്ടുകയും നശിക്കുകയും ചെയ്തു. സംഘകാല കൃതികളിൽ പോലും പരാമർശിക്കുന്ന ചരിത്രമാണ് പത്തനാപുരത്തിന്റേത്. എന്നാൽ ഇന്ന് കേരളത്തിലെ ഏതൊരു നാടിനെയും പോലെ പത്തനാപുരവും പുത്തൻ കാൽവയ്പ് നടത്തുകയാണ്. പ്രകൃതിക്ക് കോട്ടം വരാതെ വികസനങ്ങൾ ഉണ്ടാകുന്നു. പത്തനാപുരം താലൂക്കിന് ഐക്യ കേരള ചരിത്രത്തെക്കാൾ പഴക്കമുണ്ടെങ്കിലും പത്തനാപുരം ആസ്ഥാനമായുള്ള താലൂക്ക് എന്ന സ്വപ്നം പൂവണിഞ്ഞിരിക്കുന്നു. നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ ഇവിടെ എത്തി. നഗരഹൃദയത്തിൽ പുതിയ ഷോപ്പിംഗ് മാൾ കൂടി ഉയരുമ്പോഴേക്കും പട്ടണത്തിന്റെ മുഖഛായ തന്നെ മാറും. പത്തനാപുരത്തിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ പ്രവാസി സുഹൃത്തുക്കളുടെ പങ്കും ചെറുതല്ല എന്നതിൽ നമുക്കും അഭിമാനിക്കാം. മലയാളി പ്രവാസി സുഹൃത്തുക്കൾക്ക് മുൻപിൽ പ്രവാസി അസോസിയേഷൻ ഓഫ് പത്തനാപുരം അഭിമാനത്തോടെ അവതരിപ്പിക്കുകയാണ് ഞങ്ങളുടെ പത്തനാപുരത്തെ.